അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. കൊച്ചിയിൽ കപ്പൽ മുങ്ങി കണ്ടെയ്നറെല്ലാം കടലിൽ വീണ വാർത്ത നിങ്ങളെല്ലാവരും കാണും. കൊല്ലത്ത് കണ്ടെയ്നർ അടിഞ്ഞതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിരുന്നു. അപ്പോൾ ഇത് തിരുവനന്തപുരത്ത് പൊഴിയൂർ വീണ്ടും ഒരു കണ്ടെയ്നർ അടിഞ്ഞ് ലൈവായിട്ട് അതിൻ്റെ ഡോറ് ഇവിടെ വെച്ച് തന്നെ തുറന്ന് അതിനകത്തുള്ള ചാക്കുകളും സാധനങ്ങളെല്ലാം പുറത്തോട്ട് പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. കാണാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ വന്ന് നിൽപ്പുണ്ട്. അപ്പോൾ ഇതെന്താണ് സംഭവമെന്ന് ആർക്കും വലിയ പിടുത്തമൊന്നും കിട്ടിയില്ല. അപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ചാക്കുകളെല്ലാം പൊട്ടി തകർന്ന് നമ്മുടെ കരയിലോട്ടൊക്കെ അടിയാൻ തുടങ്ങി. അപ്പോഴാണ് ഇത് ശരിക്കുള്ള സാധനം എന്താണെന്ന് മനസ്സിലായത്. ഈ കാണുന്ന ചാക്കുകളെല്ലാം ആ കണ്ടെയ്നറിൽ നിന്ന് പൊട്ടിയതാണ്. അപ്പോൾ ഇതിങ്ങനെ ഒഴുകി നടക്കുകയാണ്. ഇത് ഉണക്കിയെടുത്ത് വീണ്ടും ഉപയോഗിക്കാൻ പറ്റുമായിരിക്കും. അപ്പോൾ ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്ലാസ്റ്റിക് മെറ്റീരിയലൊക്കെ ഉണ്ടാകുന്നില്ലേ, പ്ലാസ്റ്റിക് ഉൽപ്പന്നമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന അതിൻ്റെ ഒരു ബേസിക്കലുള്ള ഒരു വസ്തുവാണ് പോളി പ്രൊപ്പലൈൻ എന്നാണ് അതിൻ്റെ പേര്. ഇതാണ് സംഭവം. അപ്പോൾ ഇതേപോലെ ചാക്ക് കണക്കിന് ഇവിടെ അടിഞ്ഞ് കൂടിയിട്ടുണ്ട്. ഉപയോഗമുള്ള വല്ല സാധനം എടുത്തെങ്കിലും പോകായിരുന്നു. ഇതിപ്പോൾ ഉപയോഗമില്ലാത്ത സാധനം ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കാം. പക്ഷേ കടൽക്കരയിൽ ആപ്പാടെ ഒരു രക്ഷയില്ലാതെ അടിഞ്ഞു കിടക്കുകയാണ്. ഇത് പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ ഇത് മീനുകൾ തിന്നുകയും ചെയ്യും. മീനുകൾക്ക് വല്ല ദോഷം വരുമോ എന്നുള്ള കാര്യം അറിയില്ല. എന്തായാലും ഒരുപാട് ഇങ്ങനെ ഒഴുകി നടക്കുന്നുണ്ട്. കുറേയൊക്കെ കരയ്ക്കടിയുന്നതൊക്കെ നമ്മളിങ്ങനെ കുറച്ച് പേരൊക്കെ ചേർന്ന് ഇങ്ങനെ നീക്കിയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ ആരും ചെന്ന് അതിൽ തൊടാനും തയ്യാറാവുന്നില്ല. പിന്നെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല എന്ന് വിചാരിച്ച് കുറച്ച് പേരൊക്കെ എടുത്ത് മാറ്റിയിടുന്നുണ്ട്. കണ്ടെയ്നർ ഏകദേശം അടിച്ച് അവിടെ അങ്ങനെ കിടപ്പുണ്ട്. കുറേ കൂടെ ഇങ്ങനെ കരയിലോട്ട് വരാനുണ്ട്. അവിടെ മണ്ണിലെന്തോ തട്ടി ഇഷ്ടം പോലെ ചാക്കുകളാണ് പൊട്ടി തകർന്ന് ഇവിടെ കിടക്കുന്നത്. ഇതൊക്കെ ഇനി ആര് ക്ലീൻ ചെയ്യും, ആരെടുത്തുകൊണ്ട് പോകുമെന്നുള്ള കാര്യമൊന്നും പിടുത്തമില്ല. എന്തായാലും ഇതൊക്കെ അറിഞ്ഞ് ഒരുപാട് നാട്ടുകാർ കാണാൻ വേണ്ടിയൊക്കെ വരുന്നുണ്ട്. കണ്ടെയ്നർ അടിഞ്ഞു എന്ന് കേട്ടപ്പോൾ ഒരുപാട് പേര് വന്ന് കാണുന്നുണ്ട് സംഭവം. കടലിൻ്റെ ആ വെള്ളത്തിൻ്റെ പുറത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ആ ഒരു തരി ഇങ്ങനെ പൊങ്ങിക്കിടന്ന് ആപ്പാടെ അലിമ്പായി. ഇതിപ്പോൾ എങ്ങനെ മാറുമെന്ന് ചോദിച്ചാൽ ഇതെല്ലാം തിരയടിച്ച് കരയിലോട്ട് കൊണ്ടിടും. ആരെങ്കിലുമൊക്കെ പറക്കി മാറ്റണം, അതൊക്കെ നടക്കുകയുള്ളൂ. എന്തായാലും ഒരു കണ്ടെയ്നർ ഇതേപോലെ പൊഴിയിൽ അടിഞ്ഞിട്ടുണ്ട്. അതാണ് വാർത്ത. எப்படி நல்லா இருக்கு நல்லா இருக்கியா நல்லா இருக்கு மறக்காம சர்ப்ரைஸ் பண்ணுங்க. தேங்க்யூ.